പുഴയ്ക്ക് താൻ സമുദ്രത്തിന്റെ ഭാഗമാണെന്ന അവബോധമുണ്ട്. ഓരോ ഓളത്തിലും തിരമാലയുടെ ഉള്ളടക്കമുണ്ട്. തനിക്ക് മഴയെ തരുന്ന മേഘത്തിന്, ഓളങ്ങളെ തരുന്ന കാറ്റിന്, തന്നിൽ സ്നാനം ചെയ്യുന്ന മനുഷ്യന്, തഴച്ചു വളരുന്ന ആമ്പലിന് ഒക്കെയുള്ള കൃതജ്ഞതയുമായി പുഴ ഒന്നിനെയും സ്വന്തമാക്കാതെ എല്ലാറ്റിനെയും പിന്നിലാക്കി ഒഴുകുന്നു സമുദ്രഗർഭത്തിലേക്ക്. ഒന്നും സ്വന്തമാക്കാത്ത ആത്മീയതയാണ് ദാരിദ്ര്യം. ആത്മപരിത്യാഗിയുടെ മനസ്സുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് സാഗരസ്വർഗം. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് സെയിന്റ് പോൾ ഓഫ് തീബ്സ്. ചെറുപ്രായത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പോളിന്റെ സ്വത്തുവകകൾ സ്വന്തമാക്കാൻ പരിശ്രമിച്ച സ്വന്തക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് യൗവനത്തിലേ ഓടിപ്പോയി. അവിടെ മലമുകളിലെ ഗുഹയിൽ താമസിച്ചു. അരുവിയിലെ വെള്ളം കുടിച്ചും പനയില കൊണ്ട് വസ്ത്രമുണ്ടാക്കിയുമാണ് 43 വയസ്സുവരെയും കഴിഞ്ഞത്. പിന്നീട് ഒരു കാക്ക സ്ഥിരമായി അപ്പം കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു ബാക്കിയുള്ള ജീവിതം, ഓൾമോസ്റ്റ് 100 years. വിശുദ്ധർ തമ്മിലുള്ള അൺസെയിൻ കണക്ഷൻ വിസ്മയമായി തോന്നുന്നു നമുക്ക്. മരുഭൂമിയിലെ ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന പോളിനെ കുറിച്ച് സെയിന്റ് ആന്റണി ദ ഗ്രേറ്റ് സ്വപ്നം കാണുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. താമസിയാതെ മരിക്കുന്ന പോളിനെ സംസ്കരിക്കുന്നത് അദ്ദേഹമാണ്. ഒന്നിനെയും സ്വന്തമാക്കാതെ സ്നേഹിക്കാൻ സെയിന്റ് പോൾ ഈസ് അവർ മോഡൽ.